നവാഡ്കോ എന്ന് പറഞ്ഞ നാഷണൽ വഖഫ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്, ലിമിറ്റഡ് കമ്പനിയായിരുന്നു. അത് റഹ്മാൻ ഖാൻ സാഹിബ് വളരെ നല്ല ഉദ്ദേശത്തിൽ സൗദി സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ സൗദി ഫണ്ട് അങ്ങനെ പിന്നെ ലീഗലായിട്ട് ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യേണ്ട പരിപാടികളൊക്കെ ചെയ്തതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി 2017 ശേഷം വന്ന സർക്കാർ അതിൽ മുൻകൈ എടുത്തില്ല. പക്ഷെ നവാഡ്കോ അവിടെ രൂപീകരിച്ച ആളെ ഇരുത്തി, അതൊന്നും വഖഫുമായി ബന്ധപ്പെട്ടുള്ള ആളുകളല്ല. എൻ്റെ ഓഫീസിൻ്റെ 3ാമത്തെ നില അവർക്ക് വിട്ടുകൊടുക്കേണ്ട വന്നു. അത് സർക്കാർ തീരുമാനമാണ്. അവിടെ നവാഡ്കോ, അപ്പം ഞാൻ പലപ്പോഴും തമാശക്ക് ചോദിക്കാറ്, വൈ ദർ ഇസ് 2 white elephants? കാരണം അതിങ്ങനെ ചെലവഴിച്ചുകൊണ്ട് പോവാണ്, ഒരു കാര്യമില്ല, ഒരു പണി നടക്കുന്നില്ല. ഒരു CCF ആണ് ഇപ്പോൾ അതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതുപോലുള്ള ആളുകളൊന്നും വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവൃത്തിയില്ല, അവിടെ നിന്നുള്ള ചിലവ് ഇങ്ങനെ അവരുടെ ചിലവ് നടന്നു പോവുകയാണ്. അപ്പോൾ നവാഡ്കോ പേരിന് മാത്രം അവിടെ ചിലരുടെ ചിലവ് നടന്നു പോകാറുണ്ട്. മൗലാന ആസാദ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഡിസ്മാൻഡിൽ ചെയ്തു. ആരും പ്രതികരിച്ചില്ല, ഒരു ചാനലുകാരും ആരും ഒന്നും ചെയ്തില്ല. എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മുടെ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്റ്റും കൂടി വിഡ്രോ ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് എനിക്ക് മുമ്പിരുന്ന CWS സെക്രട്ടറിയുടെ ഇന്നലെ വന്ന മെസ്സേജ്. അതിനുള്ള നീക്കങ്ങൾ 1926 ആക്റ്റും കൂടി വിഡ്രോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആസ്പെക്റ്റിൽ വേണം ഇതിനെ കാണാൻ. പക്ഷെ കാണുമ്പോഴേ അതിനെ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ വെറുതെ പിന്നെ പ്രതികരിച്ചുകൊണ്ട് നിയമം അല്ലാതാവില്ല. കാരണം നിയമം ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു നിർദ്ദേശം എനിക്ക് മുമ്പത്തെ MR ഹക്ക് എന്ന് പറയുന്ന എന്നെപ്പോലെ തന്നെ സെൻട്രൽ വഖഫ് കൗൺസിൽ ഒരുപാട് കാലം ഇരുന്ന ആളാണ്. അത്യാവശ്യം നല്ല സോഷ്യൽ വർക്കൊക്കെ ഉള്ള അറൗണ്ട് 80 years ആണ്. പക്ഷെ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, ബീഹാർ അതുപോലുള്ള തെലങ്കാന സംസ്ഥാനങ്ങളുടെ അവിടെയുള്ള മുസ്ലിം ഓർഗനൈസേഷൻസൊക്കെ ആ സർക്കാരുകൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ലൈനിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിതിൽ നിർദ്ദേശം കൊടുക്കാൻ ഉണ്ടാവും, പലർക്കും പല നിർദ്ദേശവും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കണം. എൻ്റെ നിർദ്ദേശം ഞാൻ അധ്യക്ഷനോടും മറ്റൊക്കെ സൂചിപ്പിച്ചു. ഇതിന് വാലും കൈയും കാലൊക്കെ വെച്ച് കൊടുത്തത് എവിടെ എത്തില്ല. കാരണം ആ രീതിയിൽ വളരെ അബ്സേർഡായിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് പകരം ഇത് പിൻവലിച്ച് അങ്ങനെ ഭേദഗതി ആവശ്യമാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാ സംസ്ഥാന വഖഫ് ബോർഡുകൾ, എല്ലാ ഹജ്ജ് കമ്മിറ്റികൾ, എല്ലാ മുസ്ലിം ഓർഗനൈസേഷൻസ് ഇവരൊക്കെയായിട്ട് ആലോചിച്ചിട്ട് പുതിയ ഭേദഗതി നിർദ്ദേശങ്ങൾ ക്ഷണിച്ചുകൊണ്ട് യഥാർത്ഥ ഭേദഗതി അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ചെയ്യണം എന്നുള്ള നിർദ്ദേശം വെക്കണം എന്നാണ് എൻ്റെ നിർദ്ദേശം. നമ്മൾ നിലവിലുള്ളതിന് ഇന്നത് ഒഴിവാക്കണം. പല MP-മാരും ആവശ്യപ്പെടുന്നതാണ്. കോഴിക്കോട് MP-യും നമ്മുടെ ബെനി ബെഹനാൻ MP ഒക്കെ ആവശ്യപ്പെട്ടത് ഈ ആക്ടിൽ ഏതൊക്കെ ഭേദഗതി ചെയ്യണം, ഈ ബില്ലിൽ ഏതൊക്കെ ഭേദഗതി ചെയ്യണം, ഏതൊക്കെ റിമൂവ് ചെയ്യണം, ഏതൊക്കെ വേണ്ടെന്ന് വെക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞു പോയാൽ ഈ സാധനം ഇവിടെ എത്തില്ല. കാരണം ഇത് കൊണ്ടുപോയി അവിടെ ഇൻസേർട്ട് ചെയ്ത് ഇത് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള ആക്ടിലേക്ക് ഈ ഓരോ പീസും കൊണ്ടുപോയി നമ്മൾ ചേർക്കുമ്പോൾ അതിന് ഭംഗിയില്ലാതെ വരികയും അതിന് ഇപ്പോഴും പോലെ നിലവിൽ പോലും അങ്ങനെ ചില വിഷയങ്ങൾ ചിലയിടത്തുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല ഇതാണ്. ബാക്കി വളരെ സീനിയറായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, ലെജിസ്ലേറ്റർമാരായിട്ടിരുന്ന ആളുകളുണ്ട്, സീനിയർ അഭിഭാഷകരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അപ്പോൾ എല്ലാവരും അതിലൊരു സമന്വയത ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഏതായാലും ഇങ്ങനൊരു പരിപാടി നിശ്ചയിച്ചതും നടത്തിയതും അതുപോലെ സമൂഹത്തിൽ ഇത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഈ ദ്വിമുഖ ആക്രമണം നേരിടാനുള്ള അത് വളരെ മയത്തിലും വളരെ നല്ല രീതിയിലും അതിന് ജനാധിപത്യ രീതിയിലും അത് ഒരു സെക്യുലർ ലൈനിലൊക്കെ അത് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് പലരും അങ്ങനെ ധരിക്കുന്നത്. നേരത്തെ ഈ പറഞ്ഞ പോലെ ഇത് തന്നെയാണ്. അപ്പോൾ വലിയ വലിയ മുതലാളിയാണെന്നുള്ളത് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ്. വഖഫ് എന്ന് പറയുന്നത് അല്ലെ, എനിക്കിപ്പോഴും ഓർമ്മ 10-15 വർഷം മുമ്പ് ലോ കോളേജ് ക്ലാസ്മേറ്റ്സ് ചേർന്നപ്പോൾ മരിച്ചുപോയ ആ വക്കീൽ അവിടെ പ്രസംഗിച്ചതാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിയാണ് ഇരിക്കുന്നത്. അപ്പോൾ പക്ഷെ നമ്മുടെ പ്രോപ്പർട്ടി ലിസ്റ്റിലൊന്നും അതില്ല. അപ്പം ഇതാണ് ആ ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിൽ സൊസൈറ്റി അതിൻ്റെ എടുത്ത് എന്ന് പറയുന്നില്ല, അത് ഇൻബിറ്റ്വീൻ ലൈൻസ് എല്ലാവർക്കും വായിച്ചെടുക്കാം. അങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുകയാണ്. കാരണം ഇപ്പം മീഡിയയൊക്കെ അതാണല്ലോ, ഇപ്പോൾ മീഡിയ ഓരോന്നും ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കി നമ്മൾ നല്ല രീതിയിൽ അതിനെ പ്രതികരിക്കാനും ആളുകൾക്ക് അവയർനെസ് ഉണ്ടാക്കാനും
ഈ ബില്ല് പിൻവലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ധാരണ ഉണ്ടാവും. ഞാൻ എല്ലാവരുടെയും അനുമതിയോടുകൂടി നിർത്തുന്നു. ശരി.